ദുആ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് സീറിന് ഇപ്പൊ കൊടുക്കാൻ തുടങ്ങിയതല്ലേ. ഏതായാലും ഇൻഷാ അല്ലാഹ് സീറിന് കയ്യിൽ പിടിച്ചാല് ഉസ്താദിന്റെ കാര്യമായ നമ്മുടെ ഈ മജ്ലിസിന്റെ സമാപന ദുആ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിട്ട് നമുക്ക് പിരിയാം. ഇപ്പൊ 1-2 വിഷയങ്ങൾ. നമ്മുടെ ഈ മക്കിയാർ എന്ന പ്രദേശത്ത് 8 ഏറിയാൽ 10 വീടുള്ള ഈ പ്രദേശത്ത് തലപ്പാടി ബിലാൽ ജുമാ മസ്ജിദിന്റെ അധീനത്തിലുള്ള ഒരു മദ്രസയാണ്. അപ്പോ ഈ ഒരു ചെറിയ പ്രദേശത്ത് ഇത്രയും വിപുലമായിട്ട് ഈ പരിപാടി നടത്താൻ ഇതിന്റെ പിന്നിലുള്ള പ്രവർത്തകന്മാർ ഈ നാട്ടുകാരായ ചെറുപ്പക്കാരാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഖാദിർച്ചന്റെ മകൻ അബ്ബാസ് ലണ്ടൻ. ഇന്ന് അദ്ദേഹം ലണ്ടനിലാണ്. കഴിഞ്ഞ റബീഉൽ അവ്വൽ പരിപാടി ഇവിടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം ഈ ലൈവൊക്കെ കാണുന്നുണ്ട്. എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സും പ്രവർത്തനവും ലണ്ടനിൽ KCF പ്രവർത്തിക്കലോടുകൂടെ നമ്മുടെ ഈ മക്കിയാർ പ്രദേശം അത് ഒരു നിലക്കും കുറഞ്ഞു പോകാൻ പാടില്ല. എല്ലാ നാട്ടിലും ഏത് നിലക്കാണോ പരിപാടി നടത്തുന്നത് അതേപോലെ നമ്മുടെ നാട്ടിലും മൗലിദും ബുർദ മജ്‌ലിസും കുട്ടികളുടെ പരിപാടിയൊക്കെ നടക്കണം എന്ന ആ ഒരു ആഗ്രഹം, അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ വകയായി, സ്വന്തം വകയായിട്ട് ഇന്നിവിടെ കൊടുത്തതായ കുട്ടികളുടെ മാർക്കും അറ്റൻഡൻസും റേഞ്ച് മട്ടത്തിലും ഇതിന്റെയൊക്കെയും ഫസ്റ്റും സെക്കൻഡും ഇതെല്ലാം അദ്ദേഹത്തിന്റെ കണക്കിലാണ് തന്നത്. പ്രത്യേകമായിട്ടും ഉസ്താദിനോട് ദുആക്കാൻ വേണ്ടി അദ്ദേഹം ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കെയർ ഓഫിലായിട്ട് ലണ്ടനിൽ ജോലി ചെയ്യുന്ന മൊയ്തീനാക്ക ലണ്ടൻ, അദ്ദേഹം ഈ സൗണ്ട് സിസ്റ്റമിന്റെ പൈസ അദ്ദേഹത്തിന്റെ കണക്കിലാണ്. അതേപോലെ തന്നെ സ്റ്റേജിന് വേണ്ടി വാഗ്ദാനം ചെയ്ത 3 വ്യക്തിത്വങ്ങളുണ്ട്. സാഫിച്ച ലണ്ടൻ, അതേപോലെ ഷമീർ ലണ്ടൻ, അബ്ദുള്ള ലണ്ടൻ. ഇതൊക്കെയും അവരുടെ വകയിലാണ്. പിന്നെ ഇന്നിവിടുത്തെ കൊടുത്ത ചായ, അതേപോലെ സമൂസ, അതൊരു വ്യക്തിയാണ് സദക്ക് ചെന്നാള്. അദ്ദേഹം ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ നേരത്തെ നല്ലൊരു തണുത്ത ഐസ്ക്രീം എല്ലാവർക്കും നല്ല റാഹത്തായി ഇടയ്ക്ക് കിട്ടിയപ്പോ അത് നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ തലപ്പാടിയില് കച്ചവടം നടത്തിക്കൊണ്ടുള്ള ഗോൾഡൻ ബേക്കറിന്റെ മുതലാളി ബഷീർ ഷാ, അദ്ദേഹത്തിന്റെ കണക്കിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് പ്രത്യേകമായിട്ട് നമ്മളെല്ലാവരും എല്ലാ നാട്ടിലേക്കും ഒരു മാതൃകമായ നിലക്കുള്ള നമ്മുടെ ഈ നാട്ടിന്റെ ഉമ്മമാർ, ഇവിടുത്തെ ചെറുപ്പക്കാരികൾ, അവരുടെ കണക്കിൽ സാധാരണ ആണുങ്ങളൊക്കെയും കളക്ഷൻ നടത്തുന്നു, പരിപാടി നടത്തുന്നു, പല നിലക്കും കഷ്ടപ്പെടുന്നവർ. പക്ഷെ അവർ എന്താക്കി, എല്ലാ നിലക്കും ആണുങ്ങൾ തന്നെ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് നമ്മൾ എന്താക്കണം, ഈ പരിപാടിയിലേക്ക് കുറച്ച് പണം നമ്മൊരു ടീമായിട്ട് അവർ ഉമ്മ പെങ്ങന്മാർ ഇങ്ങനെ ഈ നാട്ടിലുള്ള അവരുടെ കുടുംബത്തിൽ നിന്ന് 10-15,000-ഓളം അവർ സ്വരൂപിച്ചിട്ട് ഈ പരിപാടിയിലേക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ സീറണി. അതേപോലെ തന്നെ 15,000 രൂപ അവരുടെ കണക്കില് പ്രത്യേകമായിട്ട് ഉമ്മമാർ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് അദ്ദേഹം പേര് പറയേണ്ട പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കെയർ ഓഫിലായി ഈ നാട്ടിൽ എന്ത് പരിപാടി നടക്കുമ്പോഴും, അതേപോലെ റമദാനിലും പ്രത്യേകമായ ഒരു ക്ലാസ് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കെയർ ഓഫുമായിട്ട് നല്ലൊരു കളക്ഷൻ നടത്താറുണ്ട്, തരാറുണ്ട്. ഈ പരിപാടിയിലേക്ക് 35,000-ഓളം അദ്ദേഹത്തിന്റെ കെയർ ഓഫിലായിട്ട് അദ്ദേഹം ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകമായ എന്റെ പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന് കൊടുത്ത ആ വ്യക്തിത്വങ്ങൾക്ക് പ്രത്യേകമായിട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഒരു ഗൾഫിൽ പ്രോബ്ലമിലായിട്ട് നാട്ടിലേക്ക് വരാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഒരു 300 രൂപ ഒരു വ്യക്തി, അതേപോലെ തന്നെ ഒരു സ്ത്രീ ദ്വാരക്കാൻ വേണ്ടി ഒരു 200 രൂപ, ഇങ്ങനെ പ്രത്യേകമായിട്ട്. അതേപോലെ തന്നെ ഈ നാട്ടില് ഒരു ഗ്രൂപ്പ്, ആ താജുൽ ഹുദ മക്കിയാർ എന്ന ഗ്രൂപ്പില് 30-35,000-ഓളം അങ്ങനെ ഒരു കളക്ഷൻ അവർ നടത്തിപ്പോയി. നാട്ടുകാരായ
പ്രതി ഓരോരുത്തമാരും 5ഉം 2ഉം 1000ഉം 500ഉം 300ഉം എല്ലാവരും ഒരാളും ബാക്കിയാവാതെ ഈ പരിപാടിയിലേക്ക് ആ നിലക്ക് സഹായിച്ചിട്ടുണ്ട്. അവരുടെ കച്ചവടത്തിലും എല്ലാ വിഷയത്തിനും വേണ്ടി പ്രത്യേകമായിട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഐദറാക്ക ഇന്ന് ഉസ്താദുമാർ, അതേപോലെ തന്നെ ഇവിടുത്തെ മാനേജ്മെന്റ് നേതാക്കള്, ബുർദ മജ്ലിസ് പാടിയ ആ ഉസ്താദുമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത് നമ്മുടെ ഐദറാക്ക, തൊട്ടടുത്ത വീട്ടുകാർ. നമ്മുടെ ഏത് പരിപാടി നടക്കുമ്പോൾ ഫുഡ് അത് അദ്ദേഹത്തിന്റെ പേരിലാണ് തരാറുള്ളത്. അല്ല ഞാൻ പറഞ്ഞു ഉസ്താദ് അനക്ക് പ്രത്യേകമായിട്ട് ആഫിയത്തിന് വേണ്ടി ആ മജ്ലിസ് ഒന്നില് നിങ്ങൾ ദ്വാരക്കണം. സാധാരണ ഫുഡിന് വേണ്ടിയാണ് രാത്രി പകലായിട്ട് അധ്വാനിച്ചുകൊണ്ടുള്ളത്. അപ്പൊ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മജ്ലിസിന് അനക്ക് ആഫിയത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ദ്വാരക്കണം. അത് ഒരു ഉദ്ദേശമാണ് ഈ എന്റെ സദഖ കൊണ്ടുള്ളത് എന്ന് അദ്ദേഹം ഏൽപ്പിച്ചത്. ഉസ്താദ് ഇൻഷാ അല്ലാഹ് പ്രത്യേകമായിട്ടും അദ്ദേഹത്തിന് വേണ്ടി ദുആ നടത്തും. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ച ഒരുപാട് നാട്ടുകാരായ ചെറുപ്പക്കാർ, പ്രത്യേകമായിട്ട് 2 സയ്യിദന്മാർ, നമ്മളെ ഷരീഫ് തങ്ങളും റഫീഖ് തങ്ങൾ, അതേപോലെ തന്നെ കാദിർച്ചന്റെ മകൻ ആരിഷ അല്ലെ ഈ പരിപാടിക്ക് വേണ്ടി തന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒരു നമ്മുടെ എല്ലാ സമയത്തും നമ്മുടെ ഈ നാട്ടിലെ ഒരു ഗർജിക്കുന്ന ഒരു വ്യക്തി, ഈ നാട്ടിന്റെ ഒരു വിളക്ക്, അയാളെ എപ്പോൾ ഏതൊരു വിഷയം വരുമ്പോ ഏതൊരു വിഷയം വരുമ്പോ അദ്ദേഹം എന്താകും നമ്മുടെ ഈ പരിപാടിയിൽ സജീവമായിട്ട് മുന്നിൽ നിൽക്കും. അയാളിപ്പോ മനസ്സിപ്പോ ഉടൻ ഉണ്ടാവും. എല്ലാവർക്കും അവരും പേര് പറഞ്ഞു നമ്മളെ സക്കീർ മക്കിയാർ. അദ്ദേഹം ഇന്ന് ബാംഗ്ലൂരിൽ എന്താ ചില ആവശ്യത്തിന് അവിടെ ഒരു കച്ചവടത്തിൽ പോയപ്പോ അങ്ങനെ ബാക്കിയായി പെട്ടെന്ന് വന്നിട്ടില്ല. പല മനസ്സ് കൂടെ ഉണ്ടാകും. ഉസ്താദിനോട് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നാട്ടുകാരായ ഓരോരുത്തമാരെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഐദർച്ചാന്റെ മക്കള്, കാദിർച്ചാന്റെ മക്കള്, ഈ നാട്ടിലുള്ള ഒരുപാട് ബാക്കിയുള്ള ഓരോ പ്രവർത്തകന്മാരും, അതേപോലെ തന്നെ ചെറുപ്പക്കാർ, പ്രത്യേകമായിട്ട് അവരൊക്കെയും അവരുടെ പ്രവർത്തനത്തിൽ അവരുടെ കച്ചവടങ്ങളിൽ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഈ മദ്രസയ്ക്ക് വേണ്ടി സ്ഥലം തന്ന ഒരു ചില വ്യക്തികളുണ്ട്. അവർ ഇന്ന് മരിച്ചിട്ട് ഖബറിലാണ്. അവരാണ് ഇതിന്റെ ഏറ്റവും അവകാശികൾ. അപ്പൊ അവർക്ക് അവരുടെ ഖബറിന്റെ വിശാലതയ്ക്ക് വേണ്ടി, സ്വർഗത്തിന്റെ ആ എല്ലാ സുഖങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ നടത്തണമെന്ന് ബന്ധപ്പെട്ടവർ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അർഹമായ അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. മരിച്ചവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ എല്ലാ സുഖങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ ഇട്ടുകൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരായ ഈ പ്രദേശത്തിന്റെ തലപ്പാടി പൂമണ്ണിന്റെ വ്യക്തിത്വങ്ങള്, ഒരുപാട് ചെറുപ്പക്കാർ നമ്മൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ കുറച്ച് ആൾക്കാരല്ല, നമ്മളെ ജമാഅത്തിന്റെ ഉസ്താദുമാർ, അതേപോലെ മുത്തഅല്ലിമീങ്ങൾ, അതേപോലെ തന്നെ ഇവിടുത്തെ SIS-ന്റെയും കർണാടക മുസ്ലിം ജമാഅത്തിന്റെയും SSF-ന്റെയും പ്രവർത്തകന്മാർ വന്നതുകൊണ്ട് ഈ നമ്മുടെ ഈ മജ്ലിസ് ഒന്ന് നിറഞ്ഞു. അൽഹംദുലില്ലാഹ്. അതേപോലെ തന്നെ നമ്മുടെ പൂമണ്ണിന്റെ ഒരുപാട് നേതാക്കന്മാർ എല്ലാവരും നമ്മുടെ ഈ നാട്ടിൽ അവർ പ്രത്യേകമായി ഇപ്പോൾ വിളിച്ചു കേൾക്കാം മക്കിയാറിന്റെ പരിപാടിയപ്പോ ആ പരിപാടി ഡേറ്റ് അറിഞ്ഞിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ പരിപാടി വെക്കാറുള്ളത്. അപ്പൊ ആ വന്ന എല്ലാ സുഹൃത്തുക്കളും പ്രത്യേകമായി താജുലുദ മദ്രസന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രത്യേകമായ ആ ഒരു സാന്നിധ്യം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതേപോലെ നമ്മുടെ ഇന്നത്തെ പ്രൈസ് ഉസ്താദുമാർക്ക് പ്രത്യേകമായിട്ട് ഉസ്താദിന് നമ്മുടെ തലപ്പാടി യൂണിറ്റിന്റെ കണക്കിന് ഓരോരോ പ്രൈസ് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് ആ കമ്മിറ്റിക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ആ ഒരു മനസ്സും ആ പിരിസപ്പാടും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്നും നിലനിർത്തുമാറാകട്ടെ എന്ന് ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യും. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات.
اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بيتنا وبيتنا هذا السم الناقع والداء القاطع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء وتحجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيدنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق نبينا مصطفى محمد صلى الله عليه وسلم وآله الأبرار وأصحابه الأخيار. അർഹമർറഹീമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ ഖുർആൻ ചൊല്ലിയ സ്വലാത്തുകൾ ഈ സമയം വരെ മഗ്രിബ് മുതൽ ഇവിടെ ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുകയാണ്, പാടുകയാണ്. മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ ഒക്കെ ഇവിടെ ബുർദ ചൊല്ലി, ഉസ്താദന്മാരൊക്കെ ബുർദ ചൊല്ലി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് സ്വതക്ക കൊടുത്ത് ഭക്ഷണം കൊടുത്ത് അങ്ങനെ പല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മധുരങ്ങൾ കൊടുത്ത് പല പാനീയങ്ങളൊക്കെ കൊടുത്ത് എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് അതിന്റെ മിഥില തവാബിന് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവിടത്തോടുള്ള സ്നേഹവും ബഹുമാനവും ഞങ്ങളുടെ കൽബുകളിൽ നീ വർദ്ധിപ്പിച്ചേരണേ റഹ്മാനെ. ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ഖൈറുൽ അഹ്ലുകാരുടെ ഹദറാത്തുകളിൽ എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മശായിഖന്മാർ, അസാതിദത്തന്മാരുടെ ഹദറാത്തുകളിൽ എത്തിക്കണേ റഹ്മാനെ. അവരോടൊക്കെ മദദും നസുറും നദറും ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബങ്ങളിൽ, വീടുകളിൽ, നാടുകളിൽ നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചു വിരിഞ്ഞു പോയ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ, ഉമ്മവാപ്പമാരിൽ നിന്നുള്ളവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരുന്നവർ, ഞങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന മുഅ്മിനുകളും മുഅ്മിനാത്തുകൾ അവരുടെ ഖബറുകളിലേക്ക് ഇതിന്റെ മിഥില തവാബിന് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. വിളിച്ചാൽ വിളി കേൾക്കാത്ത, കരഞ്ഞാൽ കരച്ചിൽ കേൾക്കാത്ത ആ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാനെ. ഒരു നാള് ഞങ്ങളും മരിക്കും, ഞങ്ങൾക്കും ഇതുപോലെ ദുആരക്കുന്നൊരു സമൂഹത്തെ, കൂട്ടുകാരെ, ബന്ധങ്ങളെ നീ നിലനിർത്തി തരണേ റഹ്മാൻ. സഹോദരങ്ങൾ, ഒരുപാട് ലിസ്റ്റ് ഇവിടെ വായിച്ചു. ഈ പരിപാടിക്ക് സഹകരിച്ചവർ സാമ്പത്തികമായിട്ടങ്ങനെ, ശാരീരികമായി അങ്ങനെ എല്ലാവരും ഇത് കൂടുതൽ ആളുകളും വിദേശികളാണ്. അല്ലാഹുവേ, അവരുടെ കാര്യങ്ങളിലൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാൻ. ഓരോരുത്തരും ഇതിനു വേണ്ടി ഈ ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹും മൗലൂദുകളൊക്കെ ഓതുന്ന ഈ പരിപാടിക്ക് വേണ്ടി ആരൊക്കെ എവിടെ നിന്നൊക്കെ ഏതെല്ലാം നിലക്ക് സഹകരിച്ചിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ, ഒരു ചെറു വിരൽ കൊണ്ടെങ്കിലും ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അതിനൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ. അവരുടെ മനസ്സിൽ പല വിചാരങ്ങളും പല ആവശ്യങ്ങളും മഖ്സൂദാത്തുകളൊക്കെ ഉണ്ടാവും. എല്ലാ നല്ല ഖൈറായ ഉദ്ദേശങ്ങളെയും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. വിദേശികളായിട്ട് വിദേശങ്ങളിൽ പോയിട്ട് വരെ കഷ്ടപ്പെട്ട് നയിക്കുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ്. കുടുംബങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി, വീടിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പോയവരാണ്. അവരുടെ സമ്പാദ്യത്തിന്റെ വിലപ്പെട്ട ഭാഗത്തിൽ നിന്ന് ഇതുപോലത്തെ നല്ല പരിപാടികൾക്ക് വേണ്ടി അവർ സംഭാവന നൽകുകയാണ്. അല്ലാഹുവേ, നീ ഖൈറായ സന്തോഷമോർത്ത് നൽകണേ റഹ്മാനെ. അവർക്ക് എന്ത് മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ഉള്ളത്, എല്ലാ നല്ല ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ നേരിടുന്നവരാണെങ്കിൽ അല്ലാഹുവേ, അവരുടെ വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ കുടുംബങ്ങൾക്ക് വലിയ തണലാകണേ റഹ്മാനെ. അവരുടെ കുടുംബങ്ങൾക്ക് ഭാര്യ, മക്കള്, ഉമ്മ, ഉപ്പ ആരൊക്കെയാണോ കുടുംബക്കാരായിട്ടുള്ളത് അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. അവരുടെ വീടുകളൊക്കെ വലിയ സന്തോഷമുള്ള വീടാക്കണേ റഹ്മാനെ.
ഖൈറായ പ്രവർത്തനങ്ങൾക്ക് ധാരാളം സഹകരിക്കാൻ ഇനിയും ആഫിയത്തും ആരോഗ്യവും അവർക്കും ഞങ്ങൾക്കും ഏറ്റിത്തരണേ റഹ്മാനെ. ഇവിടുത്തെ നാട്ടിലത്തെ ഉമ്മമാർ ഒരുപാട് സംഭാവനകൾ കൊടുത്ത് സഹകരിച്ചു മുസ്താദർ. അല്ലാഹുവേ, ഉമ്മമാർക്ക് ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. വലിയ വലിയ സംഭാവനകളൊക്കെ ചെയ്ത് പലരുണ്ട്. സംഭാവന കൈകൊണ്ട് കൊടുക്കാനില്ലെങ്കിൽ, സാമ്പത്തികമായി കൊടുക്കാനില്ലെങ്കിൽ, ശാരീരികമായി ഇവിടെ വന്ന് സഹകരിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല വില പിടിപ്പുള്ള സമ്മാനം തന്നെയാണ് കൊടുത്തത്. അല്ലാഹു അതൊക്കെയും നീ കബൂലാക്കണേ റഹ്മാനെ. ഉമ്മമാർക്കൊക്കെ നീ ഖൈർ നൽകണേ റഹ്മാനെ. പല വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചപ്പോ ഐതർച്ച ചൊല്ലി അദ്ദേഹത്തിന്റെ വീടർക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവേ, ഖൈറായ ആഫിയത്തും ആരോഗ്യം നൽകണേ റഹ്മാനെ. എന്ത് വിഷമമാണെങ്കിലും അവർക്ക് നീ ആജിലായ ശിഫ നൽകണേ റഹ്മാനെ. അവരുടെ വീട്ടുകാർക്ക്, മക്കൾക്ക്, എല്ലാവർക്കും ഓരോരുത്തർക്കും ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാൻ. ഇവിടെ എന്ത് പരിപാടി നടക്കുമ്പോഴും ഭക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ കഴിക്കാറുള്ളത്. നല്ല സന്തോഷമായ സ്വാദിഷ്ടമായ ഭക്ഷണമാണ് എപ്പോൾ അയാൾ കൊടുക്കാറുള്ളത്. അല്ലാഹുവേ, അതിന്റെയൊക്കെ ഹക്ക് കൊണ്ട് അദ്ദേഹത്തിന്റെ വീടറ എല്ലാ രോഗങ്ങളും ശിവയാക്കി കൊടുക്കണേ റഹ്മാൻ. അതുപോലെ ആരൊക്കെ ഉമ്മമാരുടെ കൂട്ടത്തില്, വാപ്പമാരുടെ കൂട്ടത്തില്, ചെറുപ്പക്കാര് മക്കളുടെ കൂട്ടത്തില് ആരൊക്കെ ഏതെല്ലാം അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ അവർക്കൊക്കെ നീ ആജിലായ ശിഫ നൽകണേ റഹ്മാനെ. മനസ്സിൽ നല്ല ഉദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ടിട്ടായിരിക്കും ആ ഉമ്മമാര് സംഭാവന നൽകിയത്. അല്ലാഹുവേ, അവരുടെ മനസ്സിന്റെ നല്ല ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ മടുക്ക് മക്കളെ, പഠിക്കുന്ന മക്കൾക്കൊക്കെ നീ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൊടുക്കണേ റഹ്മാൻ. നല്ല നൂറുമേനി വിജയത്തോട്, നല്ല നൂറുമേനി മാർക്കോട് വിജയിക്കുന്നവരാക്കണേ റഹ്മാൻ. അങ്ങനെ തുടങ്ങി ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഈ നാട്ടിലെ ആള് കുറവാണ്. ചെറിയ കുറച്ച് ആളുകളെ, കുറഞ്ഞ കുടുംബങ്ങളെ ഉള്ളൂ. 10-ൽ താഴെ കുടുംബങ്ങളെ ഉള്ളൂ. എന്നിട്ടും ഇത്ര നല്ല വിപുലമായ പരിപാടിയും നല്ല ബുർദയും നല്ല സൗണ്ട്സൊക്കെ വെച്ച് നല്ല ഇസ്സത്തില് പരിപാടി നടത്തുന്ന സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ്. ഞാൻ 3 കൊല്ലമായി നല്ല ഇസ്സത്തില് നല്ല ഗംഭീരമായ പരിപാടിയാണ് ഇവിടെ നടത്താറുള്ളത്. അല്ലാഹു, ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണേ റഹ്മാൻ. ഇവിടെയുള്ള വീട്ടുകാർക്ക്, കുടുംബക്കാർക്ക്, ഇവർ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുടെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഖാദിർച്ച, അല്ലാഹുവേ, അദ്ദേഹത്തിന് കാലിന് ചെറിയൊരു വിഷമുണ്ട്. നീ ആജിലായ ശിഫ നൽകണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഉസ്താദന്മാരെയും മുതഅല്ലിമീങ്ങളെയും വല്ലാണ്ട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ചെറിയൊരു പരിപാടിക്ക് തന്നെ വിളിച്ചാൽ നേരത്തെ തന്നെ വരികയും പരിപാടി തീരുന്നത് വരെ അവിടെ മുതഅല്ലിമീങ്ങളോട് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അല്ലാഹുവേ, നീ ആജിലായ ശിഫ നൽകണേ റഹ്മാനെ. അങ്ങനെ ഓരോരുത്തർ ഈ നാട്ടുകാർ അങ്ങനെ സഹകരിക്കുന്നവർ ഓരോരുത്തരുടെ പേരും അവരുടെ അഡ്രസ്സും അവരുടെ എല്ലാം നിനക്കറിയാം. അവരുടെ മനസ്സിന്റെ നല്ല ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാന്. ബേജാറുകളൊക്കെ തീർത്തു കൊടുക്കണേ റഹ്മാന്. എന്നെ ബേജാറില്ലാതെ നല്ല റാഹത്തില് സന്തോഷമുള്ള ജീവിതം നൽകണേ റഹ്മാന്. ഈ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഷിആർ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണേ റഹ്മാന്. ഞങ്ങളെ മക്കളെ എല്ലാ പിഴച്ച ചിന്തകളെ തൊട്ട് എല്ലാ ബിദ്അത്ത്, മലാലത്ത്, കുഫ്രിയത്ത്, കള്ളത്വരീഖത്ത് അങ്ങനെ തുടങ്ങി മനസ്സിന്റെ ഈമാനെ തെറ്റിപ്പിച്ച് കളയുന്ന എല്ലാവിധത്തിലുള്ള ബിദ്അത്തുകള്, എല്ലാവിധ കുഫ്രിയത്തുകളെ തൊട്ട് ഞങ്ങളെ മക്കളെ ഖിയാമത്ത് നാൾ വരെ വരുന്ന സന്താന പരമ്പരകളെ നീ കാക്കണേ റഹ്മാനെ. യഥാർത്ഥ ഒരു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ നിലനിർത്തണേ റഹ്മാനെ. ഈ നാട്ടിലും പരിസരത്തിലും വലിയ സന്തോഷവും വലിയ സമാധാനവും സൗഹൃദവും നീ നിലനിർത്തി തരണേ റഹ്മാനെ. ഇവിടെയുള്ള എല്ലാ മതസ്ഥരുമായിട്ടും നല്ല സന്തോഷത്തില്, സൗഹൃദത്തില്, സൗഹൃദത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങൾക്കും ഇനി വരുന്ന ഞങ്ങളെ പിൻഗാമികളായ ഞങ്ങളെ മക്കൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ റഹ്മാൻ. അതിനുള്ള സാഹചര്യം ഈ നാട്ടിൽ ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ റഹ്മാൻ. അതിന് കത്തിവെക്കുന്ന, അതിന് ഭംഗം വരുത്തുന്ന ഏത് ശക്തികളുണ്ടെങ്കിലും അവരെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹു, എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെ, ഭാര്യ, മക്കളെ, ഉമ്മ, ഉപ്പ, ഉസ്താദ്മാര്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്
ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നവർ, ഞങ്ങളെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന പലരും ഉമ്മമാരും പല ഉപ്പമാരും പലരും അള്ളാഹു ഒക്കെയും എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. എല്ലാ ആഫത്ത് ബല മുസീബത്തുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിച്ചു കളയല്ല അല്ലാ. ഞങ്ങളെ മക്കളെ നീ തീമുകളാക്കല്ല റഹ്മാനെ. ഞങ്ങളെ ഭാര്യമാരെ നീ വിധവകളാക്കല്ല അല്ലാ. ഞങ്ങളെ അയാലുകളെ നീ അഗതികളാക്കല്ല റഹ്മാനെ. ഞങ്ങൾക്കൊക്കെയും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഭാര്യമാർക്കും ഉമ്മക്കും ഉസ്താദ്മാർക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നിലനിർത്തി തരണേ റഹ്മാനെ. വിലപ്പെട്ട ആയുസ്സും സമ്പാദ്യങ്ങളൊക്കെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ചെലവഴിക്കുന്ന മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കുക അല്ലാ. നീ ഞങ്ങൾക്ക് തന്ന സമ്പാദ്യങ്ങൾ ഹൈറായ കാര്യങ്ങൾക്ക്, ഞങ്ങളെ മക്കൾക്ക്, മക്കളുടെ കാര്യങ്ങൾക്ക്, നാട്ടിൽ നടക്കുന്ന ദീനീ പ്രവർത്തനങ്ങൾക്ക്, പാവങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെലവഴിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാൻ. ഏതെങ്കിലും ഡോക്ടർമാർക്കോ ഹോസ്പിറ്റലുകളിലേക്കോ കൊണ്ടുപോയി കൊടുക്കുന്നവരെ അവസ്ഥ നൽകല്ല അല്ലാ. ദീർഘകാലം നിന്റെ ഖുർആനിന്റെ നാഫിയായ ഖാദിമീങ്ങളായി ജീവിച്ച് മരണം ഹൈറാകുന്ന കാലമത്രയും, ജീവിതം ഹൈറാകുന്ന കാലമത്രയും നിന്റെ ഖുർആനിന്റെ നാഫിയായ ഖാദിമീങ്ങളായി ജീവിച്ച് മരണം ഹൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടി സ്വന്തം വീടുകളിൽ വെച്ച് കുടുംബാംഗങ്ങളുടെ മുമ്പിലായി മക്കളോടൊക്കെ വസീയത്തുകളൊക്കെ ചെയ്ത് എല്ലാ ബാധ്യതകളും എല്ലാ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി ഞങ്ങളെ മശായിഖന്മാര്, പ്രത്യേകിച്ച് ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള മുഴുവൻ മശായിഖന്മാരുടെയും ഹുദൂരിയത്തിൽ മരണം വരിക്കുന്ന സാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. അതിനൊക്കെ ആകുന്ന രൂപത്തിൽ നല്ല ശുദ്ധിയോടെ തഹാറത്തോടു കൂടി ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. എല്ലാ ഹവൻ നഫ്സൊന്നും ഞങ്ങളെ നീ മാറ്റി തരണേ അല്ലാഹ്. എല്ലാ ദോഷങ്ങളിൽ നിന്നും മാറി ഞങ്ങൾക്ക് ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാൻ. ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ മാസമാണിത്. ഇത് 2-3 ദിവസം കൊണ്ട് തീരുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റബീഉൽ അവ്വലാക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് റബീഉൽ അവ്വലുകളെ സ്വാഗതം ചെയ്യാനും മൗലിദുകളും മദ്ഹുകളും പാടാനും പാടിപ്പിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ റഹ്മാൻ. ഞങ്ങളൊക്കെ നീ എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഉസ്താദ്മാർക്ക് എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി തരണേ റഹ്മാനെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർ, പണ്ടുകാലത്ത് ഇതിനൊക്കെ പ്രചോദനം നൽകിയിരുന്ന പലരും ഇന്ന് ഖബറിലാണ്. അവരുടെ ഖബറുകളിലേക്കൊക്കെ ഇതിന്റെ മിഥില സവാബിന് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളൊക്കെ നീ നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൽബുകളൊക്കെ ശുദ്ധിയുള്ളതാക്കി തരണേ അല്ലാഹ്. എല്ലാവിധ വൃത്തികേടുകളും കഴുകി എടുത്ത് നല്ല മഹബ്ബത്തും ഈമാനും ഇഖ്ലാസും ഞങ്ങളുടെ കൽബുകളിൽ നീ നിലനിർത്തി തരണേ റഹ്മാന്. മഹബ്ബത്ത് കൊണ്ട്, ഇഖ്ലാസ് കൊണ്ട്, ഈമാന് കൊണ്ട് ലംഘുന്ന കൽബാക്കണേ റഹ്മാനെ. എല്ലാ വേണ്ടാത്തരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. പ്രത്യേകമായി ഇവിടെ കൂടിയ എല്ലാ ആൾക്കാരും കർണാടക മുസ്ലിം ജമാഅത്ത് SSF തലപ്പാടി യൂണിറ്റിന്റെ വകയായി താജുൽ ഉലമ അനുസ്മരണയും ഗ്രാൻഡ് മൗലിദും ബുർദ മജ്ലിസും ഇതേ വരുന്ന 4-ാം തീയതി തലപ്പാടി ബാപ്പകുഞ്ഞ് മുസ്ലിയാർ വേദിയിൽ തലപ്പാടി വെച്ചിട്ട് മഗ്‌രിബ് നിസ്കാരം നടക്കുന്നതാണ്.
ബഹുമാനപ്പെട്ട സയ്യിദ് ജലാൽ തങ്ങൾ അൽ ബുഖാരി, അതേപോലെ സയ്യിദ് ഉസ്താദ്, മുനീർ സഖാഫി, നമ്മുടെ മുദ്രിസ് ഉസ്താദ് അടക്കമുള്ള എല്ലാ ആൾക്കാരും കൂടുന്നു. അതുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാ ആൾക്കാരും 4-ാം തീയതി മഗ്‌രിബ് നിസ്കാരത്തിന് തന്നെ തലപ്പാടിയിലേക്ക് എത്തണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ബഹുമാനപ്പെട്ട മുദ്രിസ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമുക്ക് ദീർഘമായ നല്ല മൗലിദ് മജ്ലിസ് നടന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ മദ്രസയുടെ വകയായി, നാട്ടിന്റെ വകയായി എല്ലാ നിലക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ നമ്മുടെ സദർ ഉസ്താദ് അടക്കമുള്ള മറ്റു ഉസ്താദുമാർ, തലപ്പാടിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള കമ്മിറ്റി നേതാക്കൾ, ഇവിടെ കൂടിയ SSUSന്റെയും SSFന്റെയും ഈ നാട്ടിന്റെയും പ്രത്യേകമായ മുത്തല്ലിമീങ്ങൾ, മുഖങ്ങന്മാർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.